വൈക്കത്തഷ്ടമിയോടനുബന്ധിച്ച് വൈക്കം ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. സാധാരണഗതിക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പാർക്കിലോ അല്ലെങ്കിൽ സൈഡിലോ ഒക്കെ വണ്ടി ഇടാൻ സാധിക്കും. ഈ അഷ്ടമിയുടെ സമയത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ വണ്ടി നമ്മൾ കിലോമീറ്ററോളം അപ്പുറത്ത് കൊണ്ടിട്ടിട്ട് നടന്ന് വേണം വരാൻ വേണ്ടി. പിന്നെ നടന്ന് വരുമ്പോൾ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കാരണം അഷ്ടമി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുവശങ്ങളിലായിട്ടും ധാരാളം കടകളൊക്കെ ഉണ്ട്. അത് വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോഴാണ് കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ള്. പക്ഷെ ഞാൻ രാവിലെയാണ് ചെന്നത്, അതുകൊണ്ട് കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. കോട്ടയം ജില്ലയിലെ വൈക്കം നഗരമധ്യത്തിൽ തന്നെയായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ചരിത്രത്തിലൊക്കെ ഏറെ പ്രാധാന്യമുള്ള വൈക്കം സത്യാഗ്രഹമൊക്കെ നടന്നത് ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയാണ്. 4 നടകളുള്ള ക്ഷേത്രമാണിത്. ശിവനും പാർവതിയും കൂടിയുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഭഗവാന് അന്നദാന പ്രഭു എന്നും കൂടി പേരുണ്ട്. 13 ദിവസം നീണ്ടിരിക്കുന്ന ഉത്സവത്തിൽ 12ാം നാൾ അഷ്ടമി വരത്തക്ക രീതിയിലാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ അഷ്ടമിക്ക് ശേഷമൊക്കെ വരുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ കുറച്ച് തിരക്കില്ലാണ്ടൊക്കെ അകത്ത് കയറി തൊഴാനൊക്കെ സാധിക്കും. ഈ അഷ്ടമിയുടെ സമയത്തൊക്കെ വരുവാണെങ്കിൽ ധാരാളം ആൾക്കാരാണ് തൊഴാനും അതിനൊക്കെ ആയിട്ട് വരുന്നത്. ഞാൻ രാവിലെ ചെന്നപ്പോൾ തന്നെ ഒരു ആനേനെ കുളിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എവിടെയൊക്കെ ആനയുണ്ട് അവിടെയൊക്കെ നമ്മൾ മലയാളികൾ ഇതുപോലെ പോയി നോക്കി നിൽക്കാറുണ്ട്. ഇത് എത്ര കണ്ടാലും മടുക്കാത്തൊരു കാര്യമാണ് ഈ ആനകൾ. ഇപ്പം അഷ്ടമി നടക്കുന്നതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ധാരാളം ആനകളാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ഇതുവരെ ഈ ക്ഷേത്രത്തിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക കേട്ടോ ഇവിടെ. കാരണം അത്രയും നല്ലൊരു ക്ഷേത്രമാണ്. ധാരാളം ഏരിയ ഉള്ളൊരു ക്ഷേത്രമാണ്. ഏകദേശം 10 ഏക്കറോളം വലിപ്പത്തിലുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. അത്രയും വലിപ്പമുള്ളൊരു കോമ്പൗണ്ടിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ തന്നെയുള്ള നന്ദി പ്രതിമയുടെ അടുത്ത് വന്ന ആൾക്കാർ ആഗ്രഹം പറയുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ക്ഷേത്രത്തിനകത്ത് കയറി കഴിഞ്ഞാൽ കോമ്പൗണ്ടിനകത്ത് വീഡിയോ എടുക്കുന്നതിനോ ഫോട്ടോ എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല. നമുക്ക് എത്ര വേണേലും എടുക്കാം. ചുറ്റമ്പലത്തിൻ്റെ അകത്ത് മാത്രമാണ് അത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന വളരെ വലിയൊരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത്. AD 300-ൽ ജീവിച്ചിരുന്ന പെരുന്തച്ഛനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. അപ്പം തന്നെ ഊഹിക്കാൻ പറ്റും നമുക്ക് ഈ ക്ഷേത്രത്തിന് എത്രമാത്രം വർഷം പഴക്കമുണ്ടെന്ന്. ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇത്രയും തിരക്കുള്ളൊരു സമയത്ത് നമുക്ക് വന്ന് എല്ലാ കാര്യങ്ങളും കണ്ടും കാണിച്ചും ഒക്കെ നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ അഷ്ടമിയൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തിരക്കൊഴിഞ്ഞൊരു സമയത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കണ്ട് ആസ്വദിക്കാനും അതൊക്കെ കാണാനും അറിയാനും ഒക്കെ സാധിക്കും. കാരണം ഓരോ ഇഞ്ചിലും ഓരോ മുക്കിലും മൂലയിലും കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിലുണ്ട്. ഒത്തിരി പ്രത്യേകതകളുള്ള ധാരാളം കാഴ്ചകൾ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ തിരക്കൊന്നും ഇല്ലാത്തൊരു സമയത്ത് വരണമെന്ന് മാത്രം. നിങ്ങൾ ഇതുവരെ ഈ ക്ഷേത്രം സന്ദർശിക്കാത്തവരാണെങ്കിൽ അടുത്ത തവണ നിങ്ങൾ ഈ ക്ഷേത്രം എന്തായാലും ഒന്ന് സന്ദർശിച്ച് നോക്കുക. കാരണം അത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇപ്പോൾ ഇത്രയും തിരക്കുള്ളൊരു സമയമായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ക്രൗഡൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലാത്തൊരു സമയത്തൊക്കെ അതിരാവിലെ ഇവിടെ വരുവാണെങ്കിൽ ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. രാവിലെ 4 മണി തൊട്ട് ഉച്ചക്ക് 12 മണി വരെ നമുക്ക് കയറി തൊഴാൻ സാധിക്കും. പിന്നെ നട തുറക്കുന്നത് വൈകിട്ട് 4 മണിക്കാണ്. പിന്നെ രാത്രി വരെയൊക്കെ ഉണ്ടാവും അത്യാവശ്യം. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ റോട്ടിലൊക്കെ വണ്ടി ഇട്ടിട്ട് പോരുത്. നമ്മുടെ വെള്ളവരയുടെ അപ്പുറത്താണ് നമ്മൾ വണ്ടി ഇടുന്നതെങ്കിൽ പോലീസുകാർ പെറ്റിയടിക്കാൻ വേണ്ടി നോക്കി നിൽക്കുവാണ്. നമ്മൾ വണ്ടി എവിടെ ഇട്ടിട്ട് പോയാലും അവർക്ക് കാശിന് ആവശ്യമുള്ളതുകൊണ്ട് അവർ കറക്റ്റായിട്ട് വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോകും. അപ്പം നിങ്ങൾ പോലീസുകാരുടെ കണ്ണിൽ പെടാത്ത എവിടെയെങ്കിലും വണ്ടി മാറ്റിയിട്ടിട്ട് ക്ഷേത്രത്തിൽ വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ 250 രൂപ നോ പാർക്കിങ്ങിന് പോയി കിട്ടും. അപ്പോൾ പാർക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ മാക്സിമം വണ്ടി ഇടാൻ നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേക്കുക.